ഞങ്ങളങ്ങനെ ഷറഫുദ്ദീൻ ലീഡ് ക്യാരക്ടർ ചെയ്ത ഡിറ്റക്റ്റീവ് സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഈ പടത്തിന് പോകുന്നതിന് മുമ്പുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് നമ്മളുടെ ദിലീപേട്ടനൊക്കെ ചെയ്ത് വെച്ച മറ്റേ സാധനമില്ലേ, റിംഗ് മാസ്റ്റർ കൈൻഡ് ഓഫ് ഫൈറ്റ് ആണോ എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വേറൊരു ടോണിലുള്ള ഒരു പടം, ഭയങ്കര ഓവർ ദ ടോപ്പ് പോയൊരു സിനിമ. അതായത് കുറേ നമുക്കതിന് ലോജിക്കൊക്കെ വെച്ച് ഭയങ്കര ക്യൂരിയസ് ആയിട്ടൊരു ത്രില്ലർ കാണുന്ന പോലെ കണ്ടാലൊന്നും അങ്ങനെ കണ്ട് ബാലരമയൊക്കെ വായിക്കുന്ന പോലുള്ള ഒരു ഫൺ മൂഡ് സാധനം. അത് തന്നെ ഇതിന്റെ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കട്ട്സ്, ഇതിന്റെ എഡിറ്റിംഗ്, ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ ടോൺ, ഇത് പോകുന്നൊരു സ്പീഡ് ഉണ്ട്, ഈ പടം പോകുന്നൊരു സ്പീഡ് ഉണ്ട്. എന്റർടൈനിങ് ആയിരുന്നു പടം. ഒട്ടും നമുക്കൊരു ലോജിക്കോ അല്ലെങ്കിൽ ഒരു സിനിമ, ഒരു ഭയങ്കരമായ സിനിമ ആണ് അങ്ങനെ ഒരു പ്രതീക്ഷയിലേ കാര്യമില്ല. പോയിരിക്കാം, കുറച്ച് എൻജോയ് ചെയ്യാം. പ്രണേഷ് വിജയൻ ആണ് ഇതിന്റെ ഡയറക്ടർ. അങ്ങേര് തന്നെയാണ് ഇത് റൈറ്റ് ചെയ്തത്, പ്രണീഷ് വിജയൻ. ഓക്കെ, ഇങ്ങേര് ചെയ്ത് വെച്ചൊരു സാധനം എന്താ വെച്ചെങ്കിൽ, ഒരു ത്രെഡ് ആദ്യം പിടിച്ചു, ഒരു ഇന്റർനാഷണൽ മാഫിയ, ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ഫാന്റസി സാധനം എടുത്ത് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയത്. അതിന് തുടങ്ങിയിട്ട് ഷറഫുദ്ദീന്റെ ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇയാൾ ഈ ഡിറ്റക്റ്റീവിൽ നിന്ന് ഡിറ്റക്റ്റീവ് ആക്കണേ എന്നുള്ളൊരു മൂഡിലേക്ക് ആദ്യത്തെ ഹാഫിൽ സാധനം കൊണ്ടുവന്നിട്ട്, അവിടുന്ന് സെക്കൻഡ് ഹാഫിൽ ഈ പടം പോണ ഒരു പേസിക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫിന്റെ ഒരു സാധനത്തിന് കുറച്ചൊന്നും ഇങ്ങനെ ഇതിപ്പോ എന്താ സംഭവിക്കുക, ഇത് ഫുള്ള് ഫസ്റ്റ് ഹാഫ് പറഞ്ഞ് തീരൂ, അങ്ങനെ ഒരു മൂഡിലുള്ള സാധനം സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഈ സാധനം, അതായത് ഇതിനകത്തൊരു ക്യാരക്ടർ അവർ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതൊക്കെ സെക്കൻഡ് ഹാഫിലാണ് റിവീൽ ആവുന്നത്. ആ ക്യാരക്ടർ റിവീൽ ആവുന്ന സീനൊക്കെ അടിപൊളിയാണ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇയാളുടെ ഈ ഡയറക്ടർ എടുത്ത് വെച്ചൊരു ഇഷ്ടമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഈ സാധനം കൺഫ്യൂഷനായി, കുറച്ചൊന്നും കൂടെ നമുക്ക് കൺഫ്യൂസിങ് ആയി, കാരണം കുറേ എലമെന്റ്സ് വന്നപ്പോൾ കൺഫ്യൂഷനായി. അതിൽ ഡയറക്ടർ എന്ത് ചെയ്തു, 2-3 സീനിൽ ഷറഫുദ്ദീൻ തന്നെ ഇരുന്ന് കഥ നറേറ്റ് ചെയ്യും, എന്താണ് ഫസ്റ്റ് ഹാഫ് മുതൽ ഇതുവരെ സംഭവിച്ചത്. അതെ, അപ്പത്തേക്ക് 2 വട്ടം എനിക്ക് 2-3 സ്ഥലങ്ങളിൽ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ നമുക്ക് എന്താണ് ഇപ്പൊ സംഭവിക്കണേ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാതെ. അതൊരു ബ്രില്യൻസ് ആണ് കേട്ടോ വെച്ചല്ലേ. പല സിനിമകളും അവിടെ ലാഗ് ചെയ്ത് പോലുണ്ട്, കാരണം കഥ ഇങ്ങനെ കണക്കാരെ കുറേ എലമെന്റ്സ് പോകുമ്പോഴേ ഒരു ട്രാക്കിലല്ല സിനിമ പോകുന്നത്, ഒരു ഒറ്റ സ്റ്റോറി ലൈനിലല്ല പോണേ. ഈ ഷറഫുദ്ദീന്റെ ക്യാരക്ടറിന് ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ടുണ്ട്, അല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് അങ്ങോട്ട് കൊണ്ട് വെട്ടത്തില് മറ്റേ ഇതില്ലല്ലോ, പ്രിയദർശന ഒരു വെട്ടം പോലത്തെ ഒരു ഐറ്റം ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് മൊത്തം അടിച്ചത്. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും എന്നുള്ള രീതി വരുമ്പോ കറക്റ്റ് ആയിട്ട് മൂപ്പർ എന്ത് ചെയ്ത് ഒരു മറ്റേ കബഡി വരത്തിയിട്ട് പഠിക്കാനായിട്ട് പോയിട്ടുള്ള ഒരു സീൻ, അതിൽ കറക്റ്റ് കഥയാണ് പറഞ്ഞത്, ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് മൊത്തത്തിലാണ് പറഞ്ഞു തരും മൂപ്പര്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ. അപ്പോ ഷറഫെന്നറിയോ, നമ്മള് വളരെ സീരിയസ് അല്ലാത്ത കുറെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരോട് സംസാരിക്കൂലേ, അതേപോലെയാണ് ആ സിനിമ കണ്ടപ്പോൾ തോന്നുന്നത്. എന്തൊക്കെയോ അങ്ങനെ ഭയങ്കര രസമായിട്ടും ഫണ്ണായിട്ടും കുറെ സാധനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഷറഫുദ്ദീനാണ് ടോണി ജോസ് അലൂല എന്ന് പറഞ്ഞിട്ടുള്ള ഡിറ്റക്റ്റീവ് ക്യാരക്ടർ. അച്ഛൻ അലൂല നമ്മള് ക്യാരക്ടർ ചെയ്തിട്ടുള്ള രഞ്ജി പണിക്കരാണ്. അച്ഛൻ അലൂല മെക്സിക്കോന്ന് നാട്ടിക്ക് കുറ്റിയും പറിച്ചു പോകുന്ന ഒരു കാരണമുണ്ട്. അതൊരു മാഫിയ ഡോണിനെ പേടിച്ചിട്ടാണ് നാട് വിട്ടത്. അങ്ങനെ ഇവിടെ എത്തിയ അലൂല ഫാമിലി ഇവിടെ ഡിറ്റക്റ്റീവ് ആയിട്ട് തന്നെ മകൻ ഡിറ്റക്റ്റീവ് അങ്ങോട്ട് പരിപാടികൾ അച്ഛൻ ഡിറ്റക്റ്റീവിനെ ഏറ്റെടുത്തിട്ടാണ് പണി തുടങ്ങുന്നത്. ഈ പണി തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഹാഫിൽ എങ്ങനെയാണ് ഇയാൾ ഈ ഡിറ്റക്റ്റീവ് ആവണമെന്നുള്ള സീനേ ഉള്ളൂ. അതിൽ തന്നെ അച്ഛൻ ഡിറ്റക്റ്റീവും മകനൊക്കെ തമ്മിലുള്ള കുറച്ച് കോംബോ സീൻസും, പിന്നെ നമ്മളുടെ അനുപമ രസമായി വരുന്നുണ്ട്. അനുപമ ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരുന്നുണ്ട് എല്ലാ പടത്തിലും. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അനുപമയ്ക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഭയങ്കര അവരുടെ കോംബോ രസമായിരുന്നു. ഷറഫുദ്ദീൻ എന്താ പറയുക, ഷറഫുദ്ദീൻ ഒറ്റയ്ക്ക് സിനിമ കൊണ്ടുപോകും എന്നുള്ളത് വീണ്ടും വീണ്ടും ഷറഫുദ്ദീനെ നമ്മൾ ആ പ്രേമത്തിൽ കണ്ട ആ ഒരു സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ആളിങ്ങനെ പടങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുപോവാണ്. അതിന്റെ ഒരു കാലിബർ വന്നിട്ടുണ്ടായിരുന്നു. ഈ പടത്തിന്റെ ഞാൻ പറഞ്ഞ മേക്കിംഗ് സൈഡ് നോക്കുക വേണ്ട, നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി. കാരണം ഇതിന്റെ സ്പീഡിനനുസരിച്ചുള്ള ഒരു ഫ്ലേവർ, ഇതിന്റെ ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. മൊത്തം ഫ്രെയിമിൽ ഒരു എസ്തെറ്റിക്സ് എപ്പോഴും ഒരു കീപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വിനയ് ഫോർട്ട് ഫസ്റ്റ് ഹാഫ് വിനയ് ഫോർട്ട് വന്നിട്ട്, വിനയ് ഫോർട്ടും കോമഡിയാണ് ഇതിനകത്ത്. പക്ഷെ കോമഡിയാണ്. വിനയ് ഫോർട്ടിന്റെ ചില സാധനങ്ങളൊന്നും ഏൽക്കുന്നില്ല, ചില സാധനങ്ങളൊന്നും ഏറ്റില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ കുറച്ചും കൂടി എനിക്ക് കോമഡി പറയാൻ വേണ്ടി വിനയ് ഫോർട്ട് നല്ല മൊത്തത്തിൽ കോമഡി പറയാൻ വേണ്ടി നല്ല ഏറ്റൊരു സാധനം ഉണ്ട്, മുളച്ചു വരുന്ന ഗുണ്ടകൾ. ജോമോ ചോദ്യർ
ജോൺ ജോസിന്റെ സീൻ എന്താ പറയാ, ജോൺ ജോസിന് ചില സാധനം അടിക്കുന്നത് ഭയങ്കര ക്രിഞ്ചായിരിക്കും. ചില സാധനം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പണ്ട് ഇന്നസെന്റ് കോമഡി പോലെയൊക്കെ അത് ക്ലിക്ക് ആവും, നല്ല ക്ലിക്ക് ആവും. ആ സാധനം അത് മുളച്ചു വരുന്ന ഗുണ്ടകൾ അത് കിണ്ണായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ സാധനം. പിന്നെ ശ്യാമോഹൻ ഉണ്ടായിരുന്നു. ശ്യാമോഹൻ അങ്ങനെ കാര്യമായിട്ട് ജസ്റ്റ് കിഡിങ് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ മാത്രമല്ല പരിപാടി. അതെ, വിനായകന്റെ റോള്, വിനായകന് സത്യം പറഞ്ഞ ഈ പടത്തിൽ കൊണ്ടുവന്നിട്ട് വലിയൊരു എന്താ പറയാ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല. വിനായകന് കാശ് മുടക്കണേക്കാൾ നല്ലത് ഇവർക്ക് വേറെ ആരെങ്കിലും ഒക്കെ. എല്ലാവരും ഒരേപോലെ ഒരേ ഒരു ഇതിലാ പോയിരിക്കുന്നത്. എല്ലാരും ഒരേ അങ്ങനല്ല, ലെവലല്ല, എല്ലാവർക്കും ഒരേ ആർക്കാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ടായിച്ചാൽ ഇമ്പോർട്ടൻസ് ഒരാൾക്കും അയ്യോ ലോ ആയിട്ട്. പക്ഷെ ഷറഫുദ്ദീന്റെ ക്യാരക്ടറിന്റെ മുകളിൽ ആരും പോയതുമില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. ഷറഫുദ്ദീന്റെ ക്യാരക്ടറിന്റെ മുകളിൽ ആരെയും വിട്ടതുമില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് വിനായകന്റെ ക്യാരക്ടറും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടികളൊക്കെ വരുന്നത്. പക്ഷെ അവിടെയും നമുക്ക് കൺഫ്യൂഷൻ ആവും എന്നുള്ളൊരു സ്ഥലത്തുമ്പോഴത്തേക്ക് വീണ്ടും ഷറഫുദ്ദീന്റെ ക്യാരക്ടർ ഒന്ന് കഥ പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു സ്കീമിലാണ് പടം പോകുന്നത്. പക്ഷെ അത് അരോചകമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ചിലപ്പോൾ പടം കാണുന്നവർക്ക് അത് വളരെ അരോചകമായിട്ട് തോന്നാം. എനിക്ക് തോന്നിയ വേറൊരു കാര്യമുണ്ട്, ഷറഫുദ്ദീൻ ആക്ഷൻ സീൻസുകളൊക്കെ ഒന്നുകൂടി ബെറ്റർ ആക്കണം ഭയങ്കരമായിട്ട് തോന്നി. ബോഡി ലാംഗ്വേജ് കുറച്ചിങ്ങനെ ബോഡി ലാംഗ്വേജ് അവിടെ കുറച്ച് ലാഗിങ് ആയിട്ട് എനിക്ക് തോന്നി. അതൊക്കെ നന്നായിട്ട് ബെറ്റർ ആയത് ലുക്മാനാട്ടോ. ലുക്മാനാണ് ആ സാധനത്തിലൊക്കെ വന്നതിൽ ഭയങ്കര സെറ്റ് ആയത് ലുക്മാനാണ്. അപ്പൊ അത് കണ്ട് വിജയരാഘവുണ്ട്, പ്രസീത പഴയ 36 ബഡായി ബംഗ്ലാവ് 36 അടിപൊളിയാണ്. അല്ല അതിലും അല്ല അതുക്കും പിന്നെ 36 മറ്റേ സാധനം ഉണ്ടല്ലോ കലാകാരൻ, ആ സാധനത്തിലൊക്കെ ഒരു സാധനം ചെയ്തില്ലല്ലോ 36 പറയുമ്പോഴേ എനിക്ക് ആ സീനിക്ക് പുതുക്കോട്ടയിലെ പുതുവറവാളാണ് എനിക്ക് 36 റോള് പോണത്. അവർക്കൊരു കുഴപ്പമില്ലാത്തൊരു റോൾ അവർക്കും ഉണ്ട്. അത് അവർ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നിച്ചിങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇതിൽ ഫുൾ പെറ്റ്സ് സെറ്റപ്പ് അങ്ങനത്തെ പരിപാടി നോക്കാം. പിന്നെ അനാവശ്യമായിട്ടുള്ള കുറച്ച് വേറൊരു കിഡ്നാപ്പ് ലൈനൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ എന്തായിന്നോ എങ്ങനെ അതിനൊന്നും എന്തില്ല ഒരു തരത്തിൽ. അതാണ് അവിടെയാണ് ഈ അതായത് കഥയിൽ ഏറ്റവും കൂടുതൽ മിസ്മാച്ച് ചെയ്യുന്ന അങ്ങനെ കുറച്ച് പോർഷൻ. ഞാൻ ആദ്യം ആ പടം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു രീതിക്ക് കുട്ടികളെ കിഡ്നാപ്പിംഗും പരിപാടി ആ സാധനങ്ങളൊക്കെ പോയി. അതിൽ ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമായി എന്ത് അയാളൊരു അതങ്ങനെ പോയി. ആ സാധനം ആ ലൈന് മൊത്തത്തിൽ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ അവിടെയൊക്കെയാണ് ഈ സിനിമ ആലോചിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇരുന്ന് ആലോചിക്കുമ്പോൾ അയ്യോ എന്താ കഥയിൽ അപ്പൊ കുറെ സാധനങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയല്ലോ എന്നുള്ളത് തോന്നിയത്. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഓടിപ്പാഞ്ഞ് വണ്ടർലേക്ക് കയറും. വണ്ടർലേക്ക് കയറിയിട്ട് പിന്നെ അവിടുന്ന് വെട്ടാണ്. വണ്ടർലേക്ക് ഇൻഫ്രെയിം പ്രൊമോഷൻ ആണോ ഡൗട്ട്. ലുലു മോള്, ഫോറം മാള്, അങ്ങനെ കുറെ അങ്ങനത്തെ സാധനങ്ങൾ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെട്ടത്തിലൊക്കെ ലാസ്റ്റ് സംഭവിച്ച പോലത്തെ കുറെ കോമഡികൾ. വെട്ടം വാസ് വെട്ടം പോലെ പ്രെഫറൻസ് മാത്രമേ ഉള്ളൂ. പഴയ സിനിമ ഉണ്ടാവില്ല കൂട്ടയിടി, അതാണ് സംഭവിക്കുന്നത്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഹൈ തന്നാരറിയാം വിജയരാഘവൻ. വിജയരാഘവനാണ് മക്കളെ, വിജയരാഘവനാണ് മുതൽ ഈ പടത്തിനകത്ത്. വിജയരാഘവന് വെച്ചൊരു ബീജിയമും പിന്നെ അതിലൊരു ക്യാമിയോ റോൾ ഉണ്ട്. ഇനി മല കയറി വരൂടാ നിങ്ങൾ. ഇത് സാത്താന്റെ മലയാളാന്ന് അറിയില്ല. ആക്ക് മതി, ഇത്ര ക്ലൂ മതി. അതൊരു ജസ്റ്റ് ഒരു സീനിൽ മാത്രം കണ്ട് വന്നു വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആ ഒരു ക്യാമിയോ. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് അത് കുറച്ചായിട്ട് മുന്നോട്ട് പോകുന്നു ചോദിച്ചു. പക്ഷെ അതൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പക്ഷെ അത് ഇമ്പാക്ട് ഒന്നുമില്ല കേട്ടോ അതിനകത്ത്. ഇമ്പാക്ട് വരാനുള്ളൊന്നും ഇല്ലല്ലോ അതില്. ആ ഒരു ക്യാരക്ടറിന് ആ ഒരു സാധനത്തിന് അതെന്താ പറയാ അതൊന്നും പെട്ടെന്ന് കണക്ട് ആവണില്ല നമുക്ക്. ഇതിലൊരു മീനാണ് ഇതിനകത്ത് ഒരു മെയിൻ സാധനമായിട്ട് വരുന്നത്. അപ്പൊ അതിനൊന്നും കണക്ട് ആവാത്ത രീതിയിൽ പ്രൊഡ്യൂസറിൽ ഒരാള് ഷർഫുദ്ദീനാണ്. അപ്പൊ എന്താ വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ വന്നതായിരിക്കാം. എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കമ്പോസർ രാജേഷ് മുരുകേശൻ. ഞാൻ എന്തിനാണ് കമ്പോസറുടെ പേര് പറയാൻ കാരണം ഉണ്ടായത്? അല്ല, ഇതിനകത്തൊരു മറ്റേ ഒരു സാധനം വന്നല്ലോ, അസുരനോ സാത്താൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നത്. ലിറിക്സ് അല്ല, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഐറ്റം ഇങ്ങനെ പോയി. അതെനിക്ക് ഭയങ്കര ഒരു ക്യാച്ചി ആയിട്ട് തോന്നി. എനിക്കതുണ്ടല്ലോ ടച്ച് പോലെ തോന്നി. മൂസ സാധനത്തിന് ഒരു ചെറിയ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫീൽ ചെയ്തു. ഓക്കെ, അങ്ങനെ
മൊത്തത്തിൽ പടം ഒരു ഫൺ വൈബില് നിങ്ങൾക്ക് തിയേറ്ററിൽ കയറി കാണാൻ പറ്റുന്ന ഒരു എക്സ്പെക്ട് ചെയ്തില്ല. മീൻസ് നമ്മൾ ഈ സിനിമയെ കുറിച്ച് ഞാൻ അധികം കേട്ടിട്ടുണ്ടായില്ല. പിന്നെ അല്ല ഞാൻ ഒരു ഫൺ വൈബില് വലിയ ലോജിക് ഒന്നും വെക്കാതെ നിങ്ങൾ കഥയിൽ വലിയ ബോംബ് ട്വിസ്റ്റോ സാധനങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഇന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐറ്റം ഉണ്ട്, അതൊരു 1.5 ഐറ്റം ആണ്. അത് എനിക്ക് കൺവിൻസിങ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എനിക്കും അതിഭീകരമായിട്ടുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ഭയങ്കര ലോജിക്കലി ചിന്തിച്ചിരുന്ന് കാണുന്ന ഒരു സിനിമയായിട്ടൊന്നും തോന്നില്ല. ഒരു നമ്മളൊരു പഴയ ബാലരമ അതൊക്കെ വായിച്ചെന്ന പോലെ അപ്പൊ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഫണ്ണായിട്ടുള്ള സാധനങ്ങൾ. ഒരു ഫണ്ട് മൂഡിൽ കുറച്ചു നേരം എൻജോയ് ചെയ്ത് കാണാം, അത്ര തന്നെ. അതിഭീകരമായ വലിയൊരു സിനിമ എന്നല്ല, ചെറിയൊരു മൂവി. നമുക്കൊരു എൻജോയ്മെന്റ് ഹാപ്പി ആയിട്ട് ഇരുന്ന് കണ്ട് ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ പോരാ. ഇതും ഒരുപാട് ലോജിക് ഒന്നും കാണാനില്ല, ഒരുപാട് ഡീപ്പിൽ ചിന്തിച്ച് ചിരിക്കാണ്ട് ഇടി അടിയൊക്കെ പറയുമ്പോ. അപ്പൊ ഓക്കെ ഗൈസ്, ഇനി ഖലീഫയുടെ നമ്മുടെ സ്വന്തം രാജുവേട്ടൻ, എൻ്റെ സ്വന്തം രാജുവേട്ടൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ഞാനതൊന്ന് റിയാക്ട് ചെയ്യാൻ കുറച്ചുണ്ട്. യോ ഹീസ് ബാക്ക്, ആക്ഷൻ രാജുവേട്ടൻ ഈസ് ബാക്ക്.